നിരാഹാര സമരം തുടർന്ന് ആശാപ്രവർത്തകരോട് അനുഭാവം പ്രകടിപ്പിച്ച് സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം നടക്കും. ആശാപ്രവർത്തകർക്കൊപ്പം പൊതുപ്രവർത്തകരും ഉപവാസ സമരത്തിൽ പങ്കെടുക്കും. ഗോകുൽനാഥ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ആദ്യം രാപ്പകൽ സമരമായിരുന്നു. അത് 30-ലേറെ ദിവസം, 40ഓളം ദിവസം പിന്നിട്ടപ്പോൾ അത് ഉപവാസ സമരത്തിലേക്ക് കടന്നു. ഇപ്പോഴിതാ കൂട്ട ഉപവാസമാണ്. പലരും വീടുകളിലാണ് ഉപവാസം ഇരുന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? മോത്തി, സമരം 43-ാം ദിവസത്തിലേക്ക് മുന്നിട്ട് പോവുകയാണ്. അതായത് ഈ രാപ്പകൽ സമരം 43-ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 5-ാം ദിവസവും എത്തി നിൽക്കുകയാണ്. നമ്മൾ ഈ സമരത്തിൻ്റെ നാൾവഴികൾ പലപ്പോഴായി കണ്ടതാണ്. അത് ഏത് തരത്തിലാണ് പോരെന്നും എങ്ങനെയാണ് ആ നാൾവഴി മാറി മറിഞ്ഞതെന്നും നമ്മൾ കണ്ടതാണ്. അതായത് ആദ്യം ഇതൊരു സമരമായി തുടങ്ങുന്നു, അതിനുശേഷം ഈ രാപ്പകൽ സമരത്തിലേക്ക് പോകുന്നു. ആ രാപ്പകൽ സമരമാണ് പിന്നീട് ഇത്തരത്തിൽ നിരാഹാര സമരത്തിലേക്കും സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്കും അതിനുശേഷം നിയമസഭാ ഉപരോധത്തിലേക്കും ഒക്കെ വരുന്നതും ആ സമയത്തൊക്കെ വിളിച്ച ചർച്ചകൾ പലപ്പോഴും പരാജയമായി മാറിയതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് ഉപവാസ സമരവുമായി ആശമാർ മുൻപോട്ട് പോവുകയാണ്. 10 മണിയോടെയാണ് ഈ ഉപവാസ സമരം ആരംഭിക്കുക. 4000-ഓളം പേരെയാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ സമരസമിതി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അതാത് PHSC കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ ഉപവസിക്കും, വീടുകളിലും ഉപവസിക്കാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സമരം വേറൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ കണ്ട സമരത്തിനപ്പുറത്തേക്ക് സമരം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും മിനി ചേച്ചി തന്നെ കൂടെ ചേരുന്നുണ്ട്. എത്ര പേരെ ഇന്ന് സെക്രട്ടേറിയറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? ഇന്ന് നല്ലൊരു ഭാഗം ആളുകൾ ഇവിടേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കാരണം എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആശാ വർക്കർമാർ. കാരണം യാതൊരു വരുമാനവും അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഭാഗം അവരവരുടെ സെൻറ്ററുകളിൽ, അവരുടെ ജില്ലകളിൽ ഇന്ന് പ്രത്യേക പരിപാടികൾ എടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അവർ വലിയ പരിപാടി എടുത്തിട്ടുണ്ട്, എറണാകുളത്ത് എടുത്തിട്ടുണ്ട്, കൊല്ലത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർ അവിടെ ഉപവാസം ഇരിക്കും. അത് കൂടാതെ വീടുകളിൽ ഇന്ന് ഉപവസിക്കുന്നുണ്ട്. കാരണം ഈ 43 ദിവസമായി ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ ഈ സമരത്തോട് വലിയ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം വീടുകളിൽ നിന്ന് ഉപവസിക്കുന്ന ആളുകളുടെ ആ സമരം ഇന്ന് ഡോക്ടർ P. ഗീത അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധവും നിയമസഭാ ഉപരോധവും കണ്ടതാണ്. അന്ന് വലിയ രീതിയിൽ സാന്ദ്രത ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിരക്കുണ്ടായിരുന്നു. അത്രത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ന്? അത്രത്തോളം ആളുകൾ ഇന്ന് വരില്ല, അതൊരിക്കലും വരാൻ പറ്റില്ല. കാരണം ഞാനീ പറഞ്ഞ ഒരു സാഹചര്യം, വീടുകളിൽ നിന്ന് ഇത്രയും ദിവസം മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു പങ്കാളിത്തം ഇന്നിവിടെ ഉണ്ടാകും. സമരത്തിന് പൊതുജന അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു സമരമാണ്. അതേപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും അങ്ങനെ പ്രതിപക്ഷത്തു നിന്ന് ആളുകൾ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും കുറേയധികം സംഘടനകൾ ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർക്കും ഈ ഉപവാസത്തിൽ പങ്കെടുക്കണമെന്ന്. അവരിവിടേക്ക് കടന്നു വരും. മോത്തി, എന്തായാലും ഈ സമരം വേറൊരു ഘട്ടത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നിരാഹാര സമരം കൊണ്ടുപോലും കഥയില്ല എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ആ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തിപ്പെടുത്തും. ഉപവാസ സമരം 10 മണിയോടുകൂടി ആരംഭിക്കും. ഏറിയ പങ്കാളികളും ഏറിയ പങ്ക് ആശാപ്രവർത്തകരും അവരുടെ PHSC കേന്ദ്രങ്ങളിലായിരിക്കും തുടരുക എന്നുള്ളതാണ് കേരള ആശാ. കൂട്ട ഉപവാസമാണ് നടക്കുക.